നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കല്ലേറ്റുംകര പാറേക്കാട്ടുകര ഷാപ്പിലുണ്ടായ സംഘട്ടനത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ 2 പേരെ ആളൂർ പോലീസ് പിടികൂടി. ദേശീയപാതയിൽ ആമ്പല്ലൂർ ഭാഗത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ പരിഹരിക്കുന്നതിനായി KK രാമചന്ദ്രൻ MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. കരുവന്നൂർ ബാങ്കിൽ നിന്നും ബന്ധുക്കളുടെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് മാപ്രാണം സ്വദേശി ജോഷി ബാങ്കിന് മുന്നിൽ വസ്ത്രമൂരി പ്രതിഷേധിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നാട്ടുപൂക്കള മത്സരവും പൂക്കളെ തിരിച്ചറിയൽ മത്സരവും നടത്തി. ജില്ലാ കളക്ടറുടെ അതിഥികളായി ഹരിതകർമ്മ സേനാംഗങ്ങൾ. വാർത്തകൾ വിശദമായി. കല്ലേറ്റുംകര പാറേക്കാട്ടുകര ഷാപ്പിലുണ്ടായ സംഘട്ടനത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ 2 പേരെ ആളൂർ പോലീസ് പിടികൂടി. പാറേക്കാട്ടുകര സ്വദേശികളായ കള്ളിവളപ്പിൽ 28 വയസ്സുള്ള ജിൻഡോ, പൂവക്കാട്ടിൽ 68 വയസ്സുള്ള സിദ്ധാർത്ഥൻ എന്നിവരെയാണ് ആളൂർ SHO KM ബിനീഷിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. തിരുവോണ ദിവസമായ ഞായറാഴ്ചയാണ് സംഭവം. കല്ലേറ്റുംകര വടക്കുമുറി സ്വദേശി 41 വയസ്സുള്ള കാച്ചപ്പള്ളി ജോബിയാണ് മരിച്ചത്. ജോബിയും സിദ്ധാർത്ഥനും തമ്മിൽ പാറേക്കാട്ടുകര ഷാപ്പിനും മുൻവശത്ത് വെച്ച് ഞായറാഴ്ച ഉച്ചയോടെ അടിപിടി കൂടുകയായിരുന്നു. അതേസമയം ബൈക്കിൽ വരികയായിരുന്ന ജിൻഡോ ഇരുവരെയും പിടിച്ചു മാറ്റുന്നതിനിടയിൽ ജോബിയുമായി വാക്കുതർക്കത്തിലാവുകയും മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് സംഘട്ടനത്തിൽ റോഡിൽ വീണുകിടന്ന ജോബിയെ വീട്ടുകാരെത്തി തൃശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച പുലർച്ചെ മരണം സംഭവിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനുള്ളിലാണ് ജിൻഡോയെയും സിദ്ധാർത്ഥനെയും കസ്റ്റഡിയിലെടുത്തത്. SIമാരായ KS ഗിരീഷ്, KK രഘു, സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ PC സുനന്ദ്, സിവിൽ പോലീസ് ഓഫീസറായ PS സലേഷ്, ഇരിഞ്ഞാലക്കുട DYSP സ്ക്വാഡ് അംഗങ്ങൾ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ദേശീയപാതയിൽ ആമ്പല്ലൂർ ഭാഗത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും വ്യാപാരി സമൂഹത്തിനുമുണ്ടായിട്ടുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനായി KK രാമചന്ദ്രൻ MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K രാജേശ്വരി, TS ബൈജു, കൊടകര ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, വാർഡ് അംഗങ്ങൾ, വ്യാപാര സംഘടനാ പ്രതിനിധികൾ, നാഷണൽ ഹൈവേ അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ TA അൻസിൽ ഹസൻ, മാനേജർ B ബിജുകുമാർ, കരാർ കമ്പനി പ്രതിനിധി മണി മാരൻ, മുകുന്ദപുരം തഹസീൽദാർ സിമീഷ് സാഹു, പുതുക്കാട് SHO V സനീഷ് കുമാർ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള വിവിധ സംഘടനാ പ്രതിനിധികൾ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. നിർമ്മാണ കാലയളവിൽ ഗതാഗത സൗകര്യം, വ്യാപാരികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ബസ് സർവീസുകൾ സുഗമമായി നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ, സുരക്ഷാ നടപടികൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും ചർച്ച ചെയ്തു. ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. നിലവിൽ ബ്ലാക്ക് സ്പോട്ടായി നിശ്ചയിച്ചിട്ടുള്ള ആമ്പല്ലൂർ ജംഗ്ഷനിൽ 20 മീറ്റർ വീതിയിലും 5.5 മീറ്റർ ഉയരത്തിലുമായി വെഹിക്കുലർ അണ്ടർ പാസേജാണ് നിർമ്മിക്കുക. 3 കൾവർട്ടുകളും ഡ്രെയിനേജ് സംവിധാനങ്ങളും ഉൾപ്പെടെ 1.3 കിലോമീറ്റർ നീളത്തിലാണ് നിർമ്മാണം നടത്തുക എന്നും പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു. നിർമ്മാണത്തിന് മുമ്പ് ജനപ്രതിനിധികൾ, ബസ് ഓണേഴ്സ്, ഓട്ടോറിക്ഷ തൊഴിലാളി പ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തി യോഗം ചേർന്ന് ആവശ്യമായ ഗതാഗത ക്രമീകരണങ്ങൾ നിർദ്ദേശിക്കാനും അതിനായി പുതുക്കാട് SHO നേതൃത്വം വഹിക്കുന്നതിനും തീരുമാനിച്ചു. കരുവന്നൂർ ബാങ്കിൽ നിന്നും ബന്ധുക്കളുടെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് മാപ്രാണം സ്വദേശി ജോഷി ബാങ്കിന് മുന്നിൽ വസ്ത്രമൂരി പ്രതിഷേധിച്ചു. വ്യാഴാഴ്ച രാവിലെയാണ് ജോഷി പണം ആവശ്യപ്പെട്ട് ബംഗ്ലാവിലുള്ള കരുവന്നൂർ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ എത്തിയത്. കരുവന്നൂർ ബാങ്കിന്റെ CEO രാകേഷ് KR, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീകാന്ത്, മോഹൻദാസ് എന്നിവരുമായി ചർച്ച നടത്തിയെങ്കിലും ബന്ധുക്കളുടെ പേരിലുള്ള മുഴുവൻ നിക്ഷേപ തുകയായ 60 ലക്ഷത്തോളം രൂപ ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്ന് ബാങ്ക് നിലപാട് സ്വീകരിച്ചു. ഇതോടെയാണ് ജോഷി ബാങ്കിന് മുന്നിൽ മേൽവസ്ത്രം ഉരിഞ്ഞുമാറ്റി പ്രതിഷേധിച്ചത്.
ഗാന്ധിജിയുടെ സമരമാർഗമാണ് താൻ തിരഞ്ഞെടുക്കുന്നതെന്നും അതിനാലാണ് മേൽവസ്ത്രം ഉരിഞ്ഞുമാറ്റി പ്രതിഷേധിക്കുന്നതെന്നും ജോഷി പറഞ്ഞു. മന്ത്രിമാരായ ബിന്ദുവിനും വാസവനും കത്തുകൾ അയച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും ജോഷി പറയുന്നു. മുൻപ് ദയാവധം ആവശ്യപ്പെട്ടും ജോഷി കത്ത് നൽകിയിരുന്നു. ജോഷിയുടെ ഭാര്യയുടെയും ഭാര്യ മാതാവിൻ്റെയും സഹോദരിയുടെയും മകളുടെ പേരിലുമായാണ് ഇനി 60 ലക്ഷത്തോളം രൂപ നിക്ഷേപമുള്ളത്. ജോഷിയുടെ പേരിലുണ്ടായിരുന്ന 28 ലക്ഷത്തോളം രൂപ മാസങ്ങൾക്ക് മുൻപ് ചികിത്സാവശ്യങ്ങൾക്കായി നിരവധി സമരങ്ങളുടെയും മറ്റും ഭാഗമായി തിരികെ നൽകിയിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ ജോഷിയുടെ ഗഡുക്കളായി 5.25 ലക്ഷം രൂപ തിരികെ നൽകാൻ ബാങ്ക് തയ്യാറായിരുന്നുവെന്നും എന്നാൽ അത് സ്വീകരിക്കാൻ ജോഷി തയ്യാറായില്ലെന്നും ബാങ്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുഴുവൻ തുകയും ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്നും ഒരാൾക്ക് അത്തരത്തിൽ നൽകിയാൽ മറ്റ് നിക്ഷേപകരോട് കാണിക്കുന്ന പക്ഷഭേദമായി അത് മാറുമെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. ഇവിടെ പണം നിക്ഷേപിച്ചത് തിരിച്ചു ചോദിച്ചിട്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള നിക്ഷേപം തിരിച്ചു ചോദിച്ചിട്ട് 3.5 വർഷമായിട്ടും 13 ലെറ്റർ കൊടുത്തു. 2 മാസം മുൻപ് സ്ഥലം MLA വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ബിന്ദുവിന് കൊടുത്തു. 1 മാസം മുൻപ് വാസവൻ മിനിസ്റ്റർക്ക് അയച്ചു. ഇതൊക്കെ മുൻപ് കഴിഞ്ഞ ജനുവരി 30-ന് ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ട് എൻ്റെ വീട്ടിലെ ഭാഗങ്ങളും വസ്തുഭാഗങ്ങളൊക്കെ പൈസ കൂടെ ഉണ്ടായിരുന്നു. അത് തിരികെ കൊടുക്കാൻ പറ്റാതെ ഞാൻ ചോദിച്ചിട്ട് ദയാവധം ആവശ്യപ്പെട്ടിട്ട് ജനുവരി 28-ന് ഒരു തുക എൻ്റെ പേരിലുള്ള തുകയിൽ നിന്ന് ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് തന്നിട്ട് ബാക്കിയുള്ളത് 3 മാസത്തിനുള്ളിൽ തിരികെ തരാമെന്ന് ഇപ്പോഴത്തെ കരുവന്നൂർ ബാങ്കിൻ്റെ CEO പറഞ്ഞിട്ട് ജനുവരി 30 തൊട്ട് ഇതുവരെ 3 മാസം ആയിട്ടില്ല. ജില്ലാ കളക്ടറുടെ അതിഥികളായി ഹരിതകർമ്മ സേനാംഗങ്ങൾ തൃശൂർ കളക്ടറേറ്റിലെത്തി. ജില്ലയിലെ വിവിധ മേഖലയിലുള്ളവരുമായി സംവദിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും കളക്ടർ അർജുൻ പാണ്ഡ്യൻ നടത്തുന്ന മുഖാമുഖത്തിലാണ് ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ സംവദിക്കാനെത്തിയത്. സമൂഹം നേരിടുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ശുചിത്വ പോരാളികളെ അഭിനന്ദിക്കുന്നു. 2025 മാർച്ച് 30-ന് മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനം നടത്തുന്നതിന് മുന്നോടിയായി ജില്ലയെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിനായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായും ജില്ലാ കളക്ടർ പറഞ്ഞു. തീരദേശ മേഖലയിലുള്ളവർ നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ അവതരിപ്പിച്ചു. ഹരിതകർമ്മ സേനയുടെ വാർഷികാഘോഷത്തിന് കളക്ടറെ ക്ഷണിച്ചും ഹരിതകർമ്മ സേനാംഗം KK സുമതിയുടെ പാട്ടോടുകൂടിയുമാണ് 1 മണിക്കൂറോളം നീണ്ട സംവാദം അവസാനിപ്പിച്ചത്. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടത്തിയ മുഖാമുഖത്തിൽ തൃശൂർ ജില്ലയിലെ മികച്ച ഹരിതകർമ്മ സേനയ്ക്കുള്ള ഗ്ലോബൽ എക്സ്പോ കേരള 2023 പുരസ്കാരം നേടിയ ചാവക്കാട് ഹരിതകർമ്മ സേനയിലെ 28 അംഗങ്ങളാണ് പങ്കെടുത്തത്. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റിലെ സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് ശുഭിത മേനോൻ, ഹരിതകർമ്മസേന അക്കൗണ്ടന്റ് കോർഡിനേറ്റർ TU തസ്ലീമ എന്നിവരും സംബന്ധിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നാട്ടുപൂക്കള മത്സരവും പൂക്കളെ തിരിച്ചറിയൽ മത്സരവും നടത്തി. തനി നാടൻ പൂക്കൾ മാത്രം ഉപയോഗിച്ചുള്ള പൂക്കള മത്സരം ശ്രദ്ധേയമായി. കമ്പോളത്തിൽ നിന്നും വാങ്ങുന്ന പൂക്കൾ പൂർണ്ണമായും ഒഴിവാക്കി നാട്ടിലെ തോട്ടത്തിലും തൊടിയിലും പാടത്തും തോട്ടിൻകരയിലും വഴിയരികിലുമെല്ലാം വളരുന്ന പൂക്കൾ ശേഖരിച്ചാണ് കുട്ടികൾ പൂക്കളമിട്ടത്. പൂക്കളുടെ ഇതളുകൾ അടർത്താതെയും അരിഞ്ഞിടാതെയും പൂർണ്ണരൂപത്തിലാണ് ഉപയോഗിച്ചത്. കളങ്ങളുടെ ദൃശ്യഭംഗിക്കൊപ്പം പൂക്കളുടെ സമൃദ്ധിയും വൈവിധ്യവും വിജയികളെ നിശ്ചയിക്കുന്നതിന് പരിഗണിച്ചിരുന്നു. 20 വയസ്സിന് താഴെയുള്ള 5 പേർ വീതമുള്ള 15 സംഘങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പൂക്കള മത്സരത്തിൽ 66 ഇനം പൂക്കൾ ഉപയോഗിച്ച് കളമിട്ട ലക്ഷ്മി PS-ന്റെ ടീം 1-ാം സ്ഥാനം കരസ്ഥമാക്കി. അഭിനവ്, ദിൽഷ എന്നിവരുടെ ടീമുകൾ യഥാക്രമം 2, 3, 4 സ്ഥാനങ്ങളും നേടി. 120 ഇനം പൂക്കൾ പ്രദർശിപ്പിച്ചതിൽ നിന്നും 34, 24, 23 വീതം പൂക്കളെ തിരിച്ചറിഞ്ഞ് ദേവനന്ദ ദിലീപ്, ലക്ഷ്മി PS, അഭിനവ് KS എന്നിവർ പൂക്കളെ തിരിച്ചറിയൽ മത്സരം കുട്ടികളുടെ വിഭാഗത്തിൽ ആദ്യ 3 സ്ഥാനങ്ങൾ നേടി. മുതിർന്നവരുടെ വിഭാഗത്തിൽ 44, 43, 42 വീതം പൂക്കളെ തിരിച്ചറിഞ്ഞ് നിഷ ദിലീപ്, അനൂഷ VT, സുരേഖ ജിജേഷ് എന്നിവർ വിജയികളായി. തുടർച്ചയായി 21-ാം വർഷമാണ് ഗ്രാമിക ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. ദേശീയപാത തൃപ്രയാർ സെന്ററിനടുത്ത് കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വലപ്പാട് കോതകുളം ബീച്ച് സ്വദേശി കരേപ്പറമ്പിൽ രാമദാസിന്റെ മകൻ 18 വയസ്സുള്ള ആശീർവാദ്, വലപ്പാട് മാലാഖവളപ്പ് സ്വദേശി അമ്പലത്ത് വീട്ടിൽ സഗീറിന്റെ മകൻ 18 വയസ്സുള്ള ഹാഷിം എന്നിവരാണ് മരിച്ചത്. ഇവരോടൊപ്പമുണ്ടായിരുന്ന നിഹാൽ എന്നയാളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 2:30 തൃപ്പയാർ VB മാളിനടുത്തായിരുന്നു അപകടം. വലപ്പാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു.
ഇരിഞ്ഞാലക്കുടയിലെ റോഡിൽ കാലൻ്റെ വേഷത്തിൽ വേറിട്ടൊരു പ്രതിഷേധം. ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ റോഡുകൾ എല്ലാം തന്നെ കാലങ്ങളായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാത്ത സ്ഥിതിയിലാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് പൊതുപ്രവർത്തകനായ ഷിയാസ് പാളയംകോട്ട് വേറിട്ടൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കാലൻ്റെ വേഷത്തിൽ റോഡിലെ കുഴികളിൽ നിന്നാണ് ഷിയാസ് പ്രതിഷേധം നടത്തിയത്. റോഡിലെ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ ഷിയാസ് നഗരസഭ അധികൃതർക്കും വിജിലൻസിനും അടക്കം പരാതികൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിലൊന്നും യാതൊരു നടപടിയും ഇല്ലാത്തതിനെ തുടർന്നാണ് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് കാലൻ്റെ രൂപത്തിൽ വേഷം ധരിച്ച് ഷിയാസ് ആദ്യം എത്തിയത് നഗരസഭ ഓഫീസിൽ തന്നെയാണ്. ആ വേഷത്തിൽ തന്നെ പരാതി എഴുതി തയ്യാറാക്കി നഗരസഭ അധികൃതർക്ക് കൈമാറി. തുടർന്ന് ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡ്, സണ്ണി സിൽക്സ് തുടങ്ങിയ ഇടങ്ങളിലെ കുഴികളിൽ ഇറങ്ങി നിന്ന് പ്രതിഷേധിച്ചു. സംസ്ഥാന പാതയിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ നഗരത്തിലെ മറ്റ് റോഡുകളിലൂടെയാണ് ഗതാഗതം തിരിച്ചുവിടുന്നത്. ഈ റോഡുകൾ എല്ലാം തന്നെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ്. കുഴികളിൽ വീണ് പരിക്ക് പറ്റുന്ന യാത്രികരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. നഗരസഭയിലെ വിവിധ വാർഡുകളിൽ ഇത്തരത്തിൽ കുഴികൾ, ഇതിന് മോശമായ കുഴികളാണ്. ഇതൊരു ചെറിയൊരു സാമ്പിൾ മാത്രമാണ്. ഇപ്പൊ സ്റ്റേറ്റ് ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ വഴികളിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കുന്നത്. ഭയങ്കര ശോചനീയ, ജനങ്ങളുടെ ജീവനും സ്വത്തും വളരെയധികം അപകടാവസ്ഥയിലായിട്ടിരിക്കുക. വരന്തരപ്പള്ളി നന്ദിപുരം മാഞ്ഞൂരിൽ നിന്ന് 6 അടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. മാഞ്ഞൂരിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. സമീപവാസികളാണ് ആദ്യം പാമ്പിനെ കണ്ടത്. പിന്നീട് വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീം അംഗം ലിജോയാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6850 രൂപ, പവന് 54,800 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കല്ലേറ്റുംകര പാറേക്കാട്ടുകര ഷാപ്പിലുണ്ടായ സംഘട്ടനത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ 2 പേരെ ആളൂർ പോലീസ് പിടികൂടി. ദേശീയപാതയിൽ ആമ്പല്ലൂർ ഭാഗത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ പരിഹരിക്കുന്നതിനായി KK രാമചന്ദ്രൻ MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. കരുവന്നൂർ ബാങ്കിൽ നിന്നും ബന്ധുക്കളുടെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് മാപ്രാണം സ്വദേശി ജോഷി ബാങ്കിന് മുന്നിൽ വസ്ത്രമൂരി പ്രതിഷേധിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നാട്ടുപൂക്കള മത്സരവും പൂക്കളെ തിരിച്ചറിയൽ മത്സരവും നടത്തി. ജില്ലാ കളക്ടറുടെ അതിഥികളായി ഹരിതകർമ്മ സേനാംഗങ്ങൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.